ആക്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഇപ്പം ആക്ടിംഗ് വളരെയധികം പാഷനേറ്റ് ഉള്ളവരുണ്ട്. അതായത് സിനിമയിലുള്ള ഒട്ടുമിക്ക നടന്മാരും നടിമാരാണെങ്കിൽ അവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അഭിനയിക്കുന്നവരാണ്. പക്ഷെ ചില ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ടും തിയേറ്റേഴ്സിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രേക്ഷക പ്രീതി അല്ല, പ്രേക്ഷക ശ്രദ്ധ നേടാത്ത സിനിമകളിലൊക്കെയാണ് അവരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ അങ്ങനെ എന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അഭിനയിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രേക്ഷക ശ്രദ്ധ വേണം, എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് ആൾക്കാരെ അറിയണം, ഒരുപാട് പ്രേക്ഷകർ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന്. അത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല, ഇത് രണ്ടും രണ്ട് വശത്തുള്ള. ഇതിൽ ഏത് വശത്ത് നിൽക്കുന്നതാണ് ചേട്ടൻ? അതായത് കുറച്ചുകൂടി പ്രേക്ഷക ശ്രദ്ധ നേടുന്ന സിനിമകളുടെ ഭാഗമാവാനാണോ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കുന്നതാണ് ഇഷ്ടം? ഞാൻ കുറച്ചുകൂടെ ഒരു സെൽഫ് റിയലൈസേഷൻ മൂഡാണ് ആണല്ലേ? പിടിച്ചു പോകുന്നത്. അതെ. അതായത് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ റിയലൈസേഷൻ ഒക്കെ ഉണ്ടായി ഉം ഉം. സ്വന്തമായിട്ട് ഫീൽ ചെയ്യാന്നുള്ളതാണ്. അത് എപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. മറ്റുള്ളൊരാളും നിന്റെ അടുത്ത് വന്നിട്ട് കൊള്ളാം എന്ന് പറയുന്നതും അതെ അതെ. സ്വന്തമായിട്ട് കൊള്ളാമെന്ന് ഫീൽ ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് സ്വന്തമായിട്ട് കൊള്ളാമെന്ന് ജെനുവിനായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്, അത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അഭിനയിക്കുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തണം. അത് ഒരുപാട് വലിയ സംഭവമാണ്. ഒരുപാട് കാലത്തിന് ശേഷമേ നമുക്ക് അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അപ്പം മറ്റൊരാൾ പറയുന്നത്, ഓഫ് കോഴ്സ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മുടെ പെർഫോമൻസ് അവരുടെ ഉള്ളിൽ കയറണം, എങ്കിൽ മാത്രമേ നമ്മൾ രജിസ്റ്റർ ആവുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടുള്ളൂ. അതൊക്കെ ഒരു പ്രാക്ടിക്കൽ സൈഡിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു തത്വശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ സെൽഫ് റിയലൈസേഷൻ ആണ് ഞാൻ അഭിനയത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പം ചേട്ടൻ ഇപ്പൊ കഷ്ടപ്പാടുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതായത് ഇപ്പം തീർച്ചയായിട്ടും അതെ ഇടയ്ക്ക് ആ വാക്ക് കിട്ടി. അതായത് ഇപ്പം നമ്മളിപ്പോ സിനിമയിലൊക്കെ വരണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അധികം അത്ര എളുപ്പമുള്ളൊരു മേഖലയല്ലേ. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു, നമുക്കറിയാം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ജോലിയാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഇന്റർവ്യൂ പ്രോസസ്സ് നമുക്ക് അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ സിനിമാ മേഖലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയത്തില്ല. ആക്ച്വലി അത് ഭയങ്കര പാടാണ് എത്തിച്ചേരാനായിട്ട്. അപ്പൊ പക്ഷെ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഉള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ സിനിമാക്കാരനെ അല്ലെ സിനിമാക്കാരിയെ ഇനി സെറ്റായി, അല്ലെങ്കിൽ ഇനിയിപ്പം ഒരുപാട് കോൾസ് വരും, ഇനി ഒരുപാട് സിനിമകൾ വരും, അങ്ങനത്തെ ഒക്കെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ചിന്താഗതി നമ്മളുടെ നാട്ടുകാർക്ക് ഉണ്ടെന്ന്. അടുത്ത സിനിമ എപ്പോഴാ എന്നായിരിക്കും ബേസിക്കലി ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം ചേട്ടൻ സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ചെറുതായിട്ടുള്ള സ്ട്രഗിളോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പൊ ഇപ്പോഴെന്താണത് ബേസിക്കലി ഇപ്പം ഇത്രയും സിനിമകളുടെ ഭാഗമായി, ഇത്രയും നല്ല സിനിമകളുടെ ഭാഗമായി ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പം ചേട്ടനെ സംബന്ധിച്ച് നെക്സ്റ്റ് ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ എന്താണ്? അല്ലേ, അത് ഞാൻ സിനിമയിൽ എത്തുന്നവരെ അച്ഛൻ്റെ ആയിരുന്നു സ്ട്രഗിള്. സിനിമയിൽ എത്തിക്കഴിഞ്ഞാണ് ശരിക്കും നമ്മുടെ സ്ട്രഗിൾ തുടങ്ങുന്നത്. ഇപ്പോഴാണ് ശരിക്കും എൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ്. ജനറലി എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. നല്ല മീൻസ് എല്ലാവരും നല്ലതാണ്. ഞാൻ പറഞ്ഞ കുറച്ച് ശ്രദ്ധ കിട്ടുന്ന സിനിമകളുണ്ടല്ലോ പറഞ്ഞ പോലെ. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും മറ്റു പല കാര്യങ്ങളും കുറച്ചുകൂടെ ഇപ്പം അച്ഛന്റെ സ്ട്രഗിൾ പറഞ്ഞല്ലോ, അത് എന്തായിരുന്നു ചേട്ടന്റെ സിനിമ ജീവിതം? അല്ല ഒന്നുമില്ല, ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, BEd ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണേ. അപ്പൊ 18-29 വയസ്സ് വരെ ഓരോരുത്തരുടെ ചെലവിന് കൊടുക്കുക, അവന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാന്നൊക്കെ പറയുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അത് ചേട്ടന് ഇത് പഠിച്ചത് ടീച്ചർ ആവാനുള്ള ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ലില്ല, അങ്ങനെയില്ല. എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞൊരു, ഇൻ കേസ് നീ സിനിമയിലൊന്നും ആയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണമല്ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്ടിങ്ങിന് ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നമുക്കതൊരു കോണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിടാം. പിന്നെ നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് അവരുടെയൊക്കെ കണ്ണിൽ പെടാൻ കുറച്ചും കൂടെ ഒരു 20% എളുപ്പമായെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴായിരുന്നു ചേട്ടൻ പാസ് ഔട്ട് ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ടൊക്കെ കടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു? പിന്നെ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ, കുറച്ചുകൂടെ ഒരു ആക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെയെങ്കിലും ശ്രദ്ധ നേടുക എന്നുള്ളതാണല്ലോ. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ബേസിക്കലി? ആ സമയത്ത് എന്റെ ഭാഗ്യത്തിന് കുറച്ച് നല്ല ഓഡിഷൻസ് കിട്ടി. എനിക്ക് അങ്കമാലി ഡയറീസിൽ ഓഡിഷൻസ് കിട്ടി. പിന്നെ ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഓഡിഷന് പോയി. പിന്നെ അങ്കമാലി ഡയറീസിലെ അസോസിയേറ്റ് ആണ് സാന്ദ്ര അർദ്ധരാത്രിയിലേക്ക് വിളിക്കുന്നത്, ടിനു പാപ്പച്ചൻ. അവിടുന്ന് സാന്ദ്ര അർദ്ധരാത്രിയിൽ നിന്ന്
പിന്നെ ജല്ലിക്കെട്ട് ചെയ്തു, ജനമൈത്രി ചെയ്തു, അങ്ങനെ കണക്ട് ചെയ്ത് ഒരു അതെ സിനിമ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതെ, അത് ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിരുന്നല്ലേ ആ ഒരു ബിഗിനേഴ്സ് കാര്യത്തിൽ. ലക്ക്. അതെ അതെ അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ലിജോ ജോസ് പല്ലിശ്ശേരി പോലെ അത്രയും ഇപ്പം സാറിനോട് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര പേടിയാണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഭയങ്കര ആഗ്രഹമാണ്, അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പേടിയുണ്ട് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ ചേട്ടന്റെ തന്നെ കുറെ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത്, എങ്ങനെ അങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത് എന്നൊക്കെ. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എല്ലാ ഡയറക്ടേഴ്സും ഡിഫറെന്റ് ആണല്ലോ, ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലാണ്. അപ്പൊ അത് അവരുടെ മൂവി അവരുണ്ടാക്കി എടുക്കുന്നതിന് ഇടയിലുള്ള പ്രോസസ്സാണ്. ഇപ്പൊ ചിലർ ഭയങ്കര ഷൗട്ട് ചെയ്യും, ചിലർ ഭയങ്കര ശാന്തരായിരിക്കും. അപ്പോൾ അത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാ സാഹചര്യങ്ങളും ടാക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആക്ടറുടെ മാനസിക നില വളർന്നിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ചേട്ടനൊരു ഡയറക്ടേഴ്സ് ആക്ടർ ആണോ? അതായത് ഇങ്ങനെ എങ്ങനെ ഒരു വെള്ള പേപ്പറായിട്ട് അങ്ങ് എന്നിട്ട് ഡയറക്ടർ അങ്ങനെയാണോ ചേട്ടന്റെ രീതി? എങ്ങനെയാണ് അല്ല, അങ്ങനെയല്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്, എൻ്റെതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ഉത്തരങ്ങൾ കിട്ടുന്ന വഴി ഒരു കഥാപാത്രം ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഒരു ക്യാരക്ടറിനോട് യെസ് പറയാൻ എന്തൊക്കെ എലിമെന്റ്സ് ആണ് ചേട്ടൻ ഈ ഒരു പോയിന്റിൽ നോക്കുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്ക് അതും എനിക്ക് ഉണ്ടായ ഒരു ബിഗിനേഴ്സ് ലെഗിന്റെ ഭാഗമെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി ഭാഗ്യം കൊണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊരു വരുന്നതെല്ലാം ചെയ്യാന്നുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യാം, ഇത് ചെയ്യണ്ടെന്ന് വെക്കാറില്ല. വേറെ എന്തെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ മിക്കവാറും ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം എന്ത് വന്നാലും ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാത്തിനകത്തും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ക്യാരക്ടറിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലവ്ലി എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ അത് എടുത്ത് പറയുന്നത് ഇങ്ങനെ കേട്ടായിരുന്നു. നീ ഇന്റർവ്യൂ എല്ലാം കണ്ടിട്ട് പിന്നെ നീ എന്തിനാണ് ഇന്റർവ്യൂ നടത്തുന്നത്? വരാൻ ശ്രമിക്കാലോ. അപ്പം അതിനകത്ത് അപ്പം ആ ഒരു ക്യാരക്ടർ അപ്പം കിട്ടിയപ്പം അതുവരെ ചെയ്യാത്ത ക്യാരക്ടറാന്ന് തോന്നിയായിരുന്നു ആ ഒരു പോയിന്റില്? അതുവരെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ലായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഭയങ്കര പൊളിറ്റിക്കലി ഇതായിട്ട് നടക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും, പക്ഷെ ഒരു പെണ്ണ് വന്നു കഴിയുമ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന, ശരിക്കും അത് ചലഞ്ചിങ്, ഐ മീൻ ആ ഒരു രീതിയിൽ ചലഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ദിലീഷ് ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്, ദിലീഷ് കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പടം ചെയ്യാന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ലെക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫ്ലോ ഞാൻ അങ്ങോട്ട് പോവാണ്, ഒഴുക്കിനനുസരിച്ച് പോവാണ്. അല്ലാതെ അല്ലാതെ വേറെ ഒന്നും ഇല്ല. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ.